പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം എന്ന് പറയുന്നതിൽ സ്തോത്രം കാരണമുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി സങ്കീർത്തനക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്നത് യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. സ്തോത്രം. യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവാനും ദൈവത്തിൽ ആനന്ദിച്ച് ആർക്കുവാനും അതോടൊപ്പം തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ നമ്മളോട് പ്രബോധിപ്പിക്കുകയാണ്. ആമേൻ. അപ്പോൾ തന്നെ അടുത്തതായി വീണ്ടും സങ്കീർത്തനക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്നത് യഹോവയുടെ വചനം നേരുള്ളത്. ഹല്ലേലൂയ. അവൻ്റെ പ്രവൃത്തികളൊക്കെയും സ്തോത്രം വിശ്വസ്തതയുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ പ്രവൃത്തികളൊക്കെയും എങ്ങനെയാണ്? വിശ്വസ്തതയുള്ളതാണ്. യഹോവയുടെ വചനം നേരുള്ളതാണ് എന്ന് ഈ സങ്കീർത്തനക്കാരൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതോടൊപ്പം തന്നെ യഹോവ ദൈവമായിരിക്കുന്ന ജനവും ഈ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളവരാണെന്ന് ഈ സങ്കീർത്തനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ പിന്നെയും സങ്കീർത്തനക്കാരൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. സകല മനുഷ്യരുടെയും ഹൃദയം ദൈവം ഒരേപോലെ മെനഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്താഗതികളും അവരുടെ പ്രവൃത്തികളും അവർ ഹൃദയത്തിൽ എന്ത് നിരൂപിക്കുന്നുവോ അതെല്ലാം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണുകയും അത് ഗ്രഹിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാത്രവുമല്ല തൻ്റെ ദയയ്ക്കായി പ്രത്യാശ വയ്ക്കുകയും സ്തോത്രം തനിക്കായി കാത്തിരിക്കുകയും ചെയ്യുന്ന തൻ്റെ ഭക്തന്മാരുടെ മേൽ ദൃഷ്ടി വെച്ച് പ്രൈസ് ദി ലോർഡ് അവർ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുടെ മേൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സ്തോത്രം ദൈവത്തെ ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശേഷാൽ അവർ കടന്നു പോകുന്ന മരണത്തിന് സമാനമായ സ്തോത്രം പ്രതിസന്ധികളിൽ നിന്ന് അവരെ വിടിവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം അവരുടെ മേൽ ദൃഷ്ടി വെച്ച് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. ആമേൻ. മാത്രവുമല്ല സ്തോത്രം യഹോവയ്ക്കായി കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ മേൽ ഹല്ലേലൂയ അവർക്ക് സഹായവും അവർക്ക് പരിചയവുമായി ദൈവം പ്രവർത്തിക്കുന്നതായി ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അവസാനമായി ലാസ്റ്റ് വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ് ഈ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കുന്ന ഓരോ ഭക്തനും ആ ഭക്തൻ്റെ ഹൃദയം സ്തോത്രം നമ്മുടെ കർത്താവിൽ എന്തു ചെയ്യും? സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കൂട്ടം കാര്യങ്ങൾ സ്തോത്രം ഈ സങ്കീർത്തനത്തിലൂടെ നമ്മളോട് കൺവേ ചെയ്യുവാൻ തക്കവണ്ണം സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുകയാണ്. അതിലും കൂടുതലായി കാര്യങ്ങളുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് അത്രയുമാണ്. സ്തോത്രം. നമുക്ക് ഒന്നാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. സ്തോത്രം. 32-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും ഇതേ വാചകം തന്നെയാണ്. സ്തോത്രം. എന്താണ് അവിടെ പറയുന്നത്? നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിക്കുവിൻ, ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ സ്തോത്രം ഘോഷിച്ച് ഉല്ലസിക്കുവിൻ. സ്തോത്രം. അപ്പോൾ 33-ാം സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ അതേ കാര്യം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് താൻ വീണ്ടും തുടരുകയാണ്. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. ആമേൻ. 32-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തെ കാണാൻ കഴിയും. സ്തോത്രം. പ്രിയ മക്കളെ, ആർക്കാണ് ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവത്തിൽ ആനന്ദിച്ച് ആർപ്പിടുവാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവത്തിൽ ഘോഷിച്ചുല്ലസിച്ചുകൊണ്ടും ആർത്തുല്ലസിച്ചുകൊണ്ടും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. തിരുവചനാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും സ്തോത്രം യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ, യഹോവയെ നോക്കി കാത്തിരിക്കുന്നവർ സ്തോത്രം സ്തോത്രം യഹോവയുടെ സ്തോത്രം പ്രവൃത്തിക്കായി കാത്തിരിക്കുകയും ദൈവത്തെ മാത്രം കാംക്ഷിക്കുകയും ആ കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് സ്തോത്രം ജീവിതം നയിക്കുവാൻ തക്കവണ്ണം സ്തോത്രം തങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൽ സന്തോഷിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
ഇവിടെ ആരംഭവാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. അപ്പോൾ ആരാണ് യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ പറയാൻ ആഗ്രഹിക്കുന്നത്? നീതിമാന്മാർ. സ്തോത്രം. നീതിമാന്മാരുടെ ഒരു കൂട്ടം യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവാൻ തക്കവണ്ണം സങ്കീർത്തനക്കാരൻ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. നാം എല്ലാവരും ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട കൂട്ടമാണ്. സ്തോത്രം. ആ യേശുവിനാൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, യേശുക്രിസ്തുവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. സ്തോത്രം. ഞാനെന്നുള്ള ബോധ്യത്താൽ ഞാനും നിങ്ങളും സ്തോത്രം മാറുമ്പോൾ, ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമ്മൾ അറിയാതെ നമ്മൾ എന്തു ചെയ്തുകൊണ്ടിരിക്കും? സ്തോത്രം. ആരും നമ്മളെ സ്തോത്രം പുഷ് ചെയ്യാതെ, ആരും നമ്മളോട് ഹല്ലേലൂയ കർത്താവിന് മഹത്വം കൊടുക്കുക, കർത്താവിനെ സ്തുതി കൊടുക്കുക, അല്ലെങ്കിൽ കർത്താവിനെ മഹത്വീകരിക്കുക എന്ന് പറയാതെ തന്നെ നമ്മൾ എന്തു ചെയ്യും? കർത്താവിനെ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. എങ്ങനെയാണ് നമുക്ക് കർത്താവിൽ നിന്ന് നീതി ലഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കി. സ്തോത്രം. എന്നാൽ ദൈവത്തിന് കാണാൻ കഴിഞ്ഞത് എന്താണ്? സ്തോത്രം. ആരും ദൈവത്തെ അന്വേഷിക്കുന്നില്ല. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായിട്ട് ആരെയും കാണാൻ കഴിയാതെ, സ്തോത്രം ഹല്ലേലൂയ, എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്ന് ദൈവത്തിൻ്റെ പാത വിട്ട് വ്യതിചലിച്ചു പോയതായി സ്തോത്രം ദൈവത്തിന് കാണുവാൻ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ആ കർത്താവ് ആഗ്രഹിക്കുകയാണ്, കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിന് പണിതെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടത്തിന് മാത്രമേ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു നീതീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് തിരുവനന്തപുരത്തിൽ കാണാൻ കഴിയുന്നുണ്ട്, ദൈവം എന്താണ്? ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാനുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആരെയും ദൈവത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:21 നാം കടന്നു വരുമ്പോൾ അവിടെ ദൈവം സ്തോത്രം ഒരു വാഗ്ദത്തം പോലെ ഒരു പ്രവചനം പറയുകയാണ്. എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60:21 ഇപ്രകാരം പറയുന്നു, നിന്റെ ജനമൊക്കെയും നീതിമാന്മാരായിത്തീരും. പ്രൈസ് ദി ലോർഡ്. എന്താണ്? നിന്റെ ജനമൊക്കെയും നീതിമാന്മാരായിത്തീരും. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന നീതിമാനുണ്ടോ എന്ന് നോക്കിയപ്പോൾ നീതിമാന്മാരായ ആരെയും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ ദുഃഖിതനായി തീർന്ന ദൈവം ഇതാ പ്രവാചകനിലൂടെ സ്തോത്രം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദൂത് കൈമാറുകയാണ്. സ്തോത്രം. നിന്റെ ജനമൊക്കെയും ആരായിത്തീരും? നീതിമാന്മാരായിത്തീരും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നീതിമാന്മാരായി തീരും എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം തൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവിലൂടെ ആ ഒരു സ്തോത്രം വാഗ്ദത്തത്തെ നിവർത്തീകരിപ്പാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു, ആദിമ മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. അല്ലേ? അപ്പോൾ ആദിമ മനുഷ്യനാകുന്ന ആദാമിനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. സ്തോത്രം. അങ്ങനെ വന്ന പാപവും അങ്ങനെ വന്ന മരണവും ഹല്ലേലൂയ മനുഷ്യരുടെ ഇടയിലേക്ക് പരന്നു എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മനുഷ്യരുടെ മേൽ വാണിരുന്ന പാപത്തിൽ നിന്ന്, അങ്ങനെ മനുഷ്യരുടെ മേൽ പരന്നിരുന്ന ഹല്ലേലൂയ മരണത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവം എന്തു ചെയ്തു? തൻ്റെ ഏകജാതനായ പുത്രനെ ഹല്ലേലൂയ മനുഷ്യരുടെ ഇടയിലേക്ക് അയച്ചു. സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു, ഹല്ലേലൂയ ഏക മനുഷ്യനാൽ പാപവും ഹല്ലേലൂയ ആ മനുഷ്യനാൽ ഹല്ലേലൂയ സ്തോത്രം മരണവും ലോകത്തിലേക്ക് വന്നെങ്കിൽ ഹല്ലേലൂയ ഇവിടെ ഒരു ഏക മനുഷ്യനാൽ സ്തോത്രം ആ മാനവരാശിയെ കർത്താവിലേക്ക് വീണ്ടെടുത്തുകൊണ്ട് അവരെ നീതീകരിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചു. റോമർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 5-ാം അധ്യായം വായിച്ച് ആർക്ക് കിട്ടി? റോമർക്ക് എഴുതിയ ലേഖനം 5-ന്റെ അത് 19 വായിച്ചേ. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ
ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതാ സ്തോത്രം, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു. അനേകർക്ക് ഹല്ലേലൂയ കർത്താവിൻ്റെ നീതി എന്ന പദവിയിലേക്ക്, നീതീകരിക്കപ്പെടുക എന്ന പദവിയിൽ നിന്ന് അവർ അന്യപ്പെട്ടു പോയി. ഇവിടെ ഇതാ ഏകൻ എന്ന കർത്താവിൻ്റെ ഹല്ലേലൂയ സ്തോത്രം അനുസരണത്താൽ അനേകർക്ക് നീതീകരണം എന്ന പദവിയിലേക്ക് എത്തിച്ചേരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വേണ്ടി അനുസരണയുള്ളവനായി ക്രൂശിലെ മരണത്തോളം ഹല്ലേലൂയ പിതാവിനെ അനുസരിച്ചുകൊണ്ട് ഹല്ലേലൂയ നിത്യയാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നാം ഓരോരുത്തരും നീതിമാന്മാരായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിൽ ഹല്ലേലൂയ ആ കർത്താവിലുള്ള വിശ്വാസത്താലാണ് നമ്മൾ ഓരോരുത്തരും നീതിമാന്മാരായി തീർന്നത്. ആമേൻ. അതുകൊണ്ട് ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയണം, ഹല്ലേലൂയ ഞാൻ ആരാണ്? നീതിമാനാണ്. ഹല്ലേലൂയ എന്നെ ഹല്ലേലൂയ സ്തോത്രം നീതീകരിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ ഒരു ഏകൻ യാഗമായി തീർന്നു. അവൻ ഹല്ലേലൂയ എനിക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അത് ഹല്ലേലൂയ വെറുതെ പറയുവാനല്ല, അത് ആത്മാവിൽ അനുഭവിച്ചറിയുകയും ആത്മാവിൽ അതിനെ ഹല്ലേലൂയ രുചിച്ചറിയുകയും ചെയ്യുന്ന ദൈവവൈതലിനെ ഹല്ലേലൂയ സ്തോത്രം അത് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ അങ്ങനെ ആത്മാവിൽ തിരിച്ചറിയുമ്പോൾ നാം ആരും പറയാതെ തന്നെ ദൈവത്തെ എന്തു ചെയ്യും? ഹല്ലേലൂയ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുവീൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനും സ്തോത്രം വാദ്യോപകരണങ്ങളുടെ പ്രാധാന്യത വളരെ ഹല്ലേലൂയ അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എപ്പോഴും നമുക്ക് വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വീകരിപ്പാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മളിൽ തന്നെ ഇൻബിൽറ്റ് ചെയ്തിരിക്കുന്ന ചില വാദ്യോപകരണങ്ങൾ നമ്മളിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കിന്നരം കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. ഹല്ലേലൂയ. നമ്മുടെ അതരം എന്താണ്? ഹല്ലേലൂയ കിന്നരം എന്നൊരു ഇൻസ്ട്രുമെന്റ്സിന് തുല്യമാണ്. പ്രൈസ് ദി ലോർഡ്. 10 കമ്പിയുള്ള വീണ കൊണ്ട് ദൈവത്തിന് സ്തുതി പാടുവീൻ. ഹല്ലേലൂയ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന 10 കമ്പിയുള്ള വീണ ഏതാണ്? നമ്മുടെ കരങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ വീണ ഇല്ലെങ്കിലും ഹല്ലേലൂയ കരങ്ങൾ അടിച്ചുകൊണ്ട്, കിന്നരമില്ലെങ്കിലും അതരം ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. അതിന് നമുക്ക് എന്താ വേണ്ടത്? സ്തോത്രം 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്തോത്രം അവന് പുതിയ പാട്ട് പാടുവീൻ. പ്രൈസ് ദി ലോർഡ്. പുതിയ പാട്ടിൻ്റെ ഒരു അനുഭവം. ഹല്ലേലൂയ. സ്തോത്രം. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ കേട്ടു പോകാം എന്നല്ലാതെ ക്രിസ്തുവിലൂടെയുള്ള പുതിയ പാട്ടിൻ്റെ, പുതിയ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു വരണം. പ്രൈസ് ദി. എന്നാൽ മാത്രമേ പുതിയ പാട്ട് പാടിക്കൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്, നിങ്ങൾ പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. പണ്ട് തങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം അതിനെ ഒന്ന് നിർമ്മലീകരിക്കുവാൻ, അതിൽ നിന്നൊന്ന് വിശുദ്ധനായി തീരുവാൻ പല കാര്യങ്ങളും ഹല്ലേലൂയ ദൈവജനം ചെയ്തിരുന്നു. ഹല്ലേലൂയ. എനിക്ക് എങ്ങനെ നീതിമാനായി തീരാൻ കഴിയും, എനിക്ക് എങ്ങനെ ദൈവവൈതലായി തീരുവാൻ കഴിയും, അങ്ങനെ പല നിലയിലും സ്തോത്രം ഹല്ലേലൂയ ദൈവമക്കൾ പല നിലയിലും പ്രവർത്തിച്ചിരുന്നു, അവർ ഹൃദയത്തിൽ ആഗ്രഹിച്ചിരുന്നു. ആമേൻ. എന്നാൽ ഇതാ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, നിങ്ങൾ പണ്ടുള്ളവയെ ഓർത്തുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ നീതീകരിക്കുവാൻ, നിന്നെ ഹല്ലേലൂയ നിർമ്മലീകരിക്കുവാൻ, നിന്നെ വിശുദ്ധനാക്കി മാറ്റുവാൻ ഞാനിതാ പുതിയതായി ഒന്ന് ചെയ്യാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭ്യമായി തീർന്നത്. ആമേൻ. ഹല്ലേലൂയ. അത് നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് ആത്മാവിൽ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ ഒരു പുത്തൻ അഭിഷേകത്തിൻ്റെ, പുതിയ പാട്ടിൻ്റെ അനുഭവം നമ്മളിലേക്ക് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പുതിയ പാട്ടിൻ്റെ അനുഭവത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് വാദ്യോപകരണങ്ങളാകുന്ന ഹല്ലേലൂയ ഈ കരങ്ങളടിയും കിന്നരമാകുന്ന അതരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും 3-ന്റെ അവസാന വാക്യത്തിൽ പറയുന്നു, ഘോഷസ്വരത്തോടെ നന്നായി വാദ്യം വായിപ്പീൻ. ആമേൻ. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ, ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം സ്തുതിയാഗങ്ങൾ അർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? നന്നായി വായിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെയെങ്കിലും ദൈവത്തെ മഹത്വീകരിപ്പാൻ, എങ്ങനെയെങ്കിലും വന്ന ആൾ കാണിച്ചു പോകുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല.
പ്രൈസ് ദൈവത്തെ നാം സ്തുതിക്കുന്നെങ്കിൽ, ദൈവത്തിനെ നമ്മൾ ആരാധിക്കുന്നെങ്കിൽ അത് ഹല്ലേലൂയ സ്തോത്രം നന്നായി ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഒന്നാമത്തെ വാക്യത്തിൻ്റെ ഹല്ലേലൂയ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അവിടെ പറയുന്നു, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. ആർക്കാണ് ഉചിതം? സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ സ്തുതിക്കുന്നത്, ഹല്ലേലൂയ, നമ്മൾ ഹല്ലേലൂയ ആരാധിക്കുന്നത് ഒരു ഉചിതമായ കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ ഒരുപാട് സൗണ്ട് എടുക്കുന്നല്ലോ, ഒരുപാട് ഹല്ലേലൂയ ഞാൻ ഉച്ചത്തിലാണല്ലോ ഞാൻ ആരാധിക്കുന്നത്. അതൊന്നും ഓർത്ത് നമ്മൾ ആരും എന്ത് ചെയ്യണ്ട, സ്തോത്രം വ്യാകുലപ്പെടേണ്ട, അല്ലെങ്കിൽ ആശങ്കതരായി തീരേണ്ട. നാം ചെയ്യുന്നത് ഏറ്റവും ഉചിതമായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആർക്കും ഹല്ലേലൂയ സ്തോത്രം ബഹുമാനം ലഭിച്ചില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ബഹുമാനം ലഭിക്കുന്ന, ദൈവത്തിൽ നിന്ന് ബഹുമാനം ലഭിക്കുന്ന ഒരു കാര്യമാണ് നാം ചെയ്യുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വീകരിക്കുന്നു എന്നുള്ളത്. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് നാം ദൈവത്തെ മഹത്വീകരിക്കുമ്പോൾ അത് നന്നായി ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. ഒട്ടും മടി കൂടാതെ ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കാര്യം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണെങ്കിൽ മഹത്വം കൊടുക്കുക, ദൈവത്തെ ആരാധിക്കുകയാണെങ്കിൽ ആരാധിക്കുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ ആലയത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ ഏത് നിലയിലും ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ പ്രവർത്തിക്കേണ്ടുന്നത്, ആഗ്രഹിക്കേണ്ടുന്നത് ഹല്ലേലൂയ സ്തോത്രം അത്യന്താപേക്ഷിതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. മുന്നോട്ട് കടന്നു പോകുമ്പോൾ സങ്കീർത്തനക്കാരൻ പിന്നെയും പറയുകയാണ്, യഹോവയുടെ വചനം നേരുള്ളത്, അവൻ്റെ സകല പ്രവൃത്തിയും വിശ്വസ്തതയുള്ളത്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിൻ്റെ വചനം എന്താണ്? നേരുള്ള വചനമാണ്. ഹല്ലേലൂയ. കളവ് പറയുന്ന ഹല്ലേലൂയ ഒരു കാര്യം ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഹല്ലേലൂയ ദൂതായി പറഞ്ഞാൽ അതിനകത്തൊരു നേരുണ്ട്. മനുഷ്യൻ നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ ഹല്ലേലൂയ ഒരു പക്ഷേ അവർ അത് മറന്നു പോകും, ഒരു പക്ഷേ അവർ ഹല്ലേലൂയ സ്തോത്രം അവർ അത് മറന്നതായി നടിച്ചുവെന്ന് വരാം. എന്നാൽ ദൈവം നമ്മോടൊരു വാക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കൽപ്പിച്ചാൽ അത് ഊവ് എന്ന് തന്നെയാണ്. നമ്മുടെ കർത്താവിനത് മറക്കാൻ കഴിയുകയില്ല. ആമേൻ. അത് ഇന്നല്ലെങ്കിൽ നാളെ ഹല്ലേലൂയ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അവൻ അവൻ്റെ പ്രവൃത്തിയിൽ വിശ്വസ്തനാണ്. അവൻ പറയുന്ന വാക്കിൽ അതിൻ്റെ മേൽ ജാഗരിച്ചുകൊണ്ട് അത് തൻ്റെ പൈതലിന് നൽകി തരുവോളം അതിൻ്റെ മേൽ പ്രവർത്തിക്കുകയും ഹല്ലേലൂയ അതിനായി ജാഗരിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല, എപ്പോഴൊക്കെ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നു, അപ്പോഴെല്ലാം ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായി തീരണം. നേരുള്ള ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, യഹോവ ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ജനവും ഭാഗ്യമുള്ളത്. പ്രൈസ്. അപ്പം നമ്മൾ എന്തോരം ഭാഗ്യമുള്ളവരാണ്, അല്ലെങ്കിൽ ഏത് നിലയിലുള്ള ഭാഗ്യ പദവിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് അല്ല. പലപ്പോഴും നമ്മളുടെ ഇരിപ്പ് കണ്ടാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് കണ്ടാലൊക്കെ സ്തോത്രം എത്ര ഈ ഭാഗ്യ പദവിയുടെ വില തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഹല്ലേലൂയ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നതെന്ന് ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ ദൈവം സ്തോത്രം എന്നെ തിരഞ്ഞെടുത്തുവെന്നും, പ്രൈസ് ദി ലോർഡ് ഈ ദൈവം ഹല്ലേലൂയ ഈ കർത്താവ് എനിക്ക് ദൈവമായി ഇരിക്കുന്നുവെന്നും ഉള്ള ബോധ്യത്താൽ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യണം? നിറയപ്പെടണം. ഞാൻ ആരാധിക്കുന്ന കർത്താവ് എൻ്റെ ആരാണ്? എൻ്റെ ദൈവമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ വെറുതെ ഇവിടെ ആരാധിക്കാൻ കടന്നു വന്നതല്ല, ആരെങ്കിലും വിളിച്ചിട്ടല്ല ഞാൻ കടന്നു വന്നത്. ഹല്ലേലൂയ അവൻ ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തയേശുവിൽ എന്നെ തിരഞ്ഞെടുത്ത ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഏതെങ്കിലും ഹല്ലേലൂയ സ്തോത്രം യാദൃച്ഛിക ഞാനും നിങ്ങൾ ഇവിടെ കടന്നു വന്നതല്ല, എൻ്റെ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ദൈവത്തിന് അവൻ വിളിച്ചു പറയും, നമ്മൾ ആരാണ്? ഭാഗ്യമുള്ളവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതുപോലെ 15-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ പറയുകയാണ്, സ്തോത്രം ദൈവം സകല മനുഷ്യരുടെയും ഹൃദയങ്ങൾ ഒരേപോലെ മെനഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഹൃദയത്തിൽ എന്ത് നിരൂപിക്കുന്നുവോ, എന്ത് ചിന്തിക്കുന്നുവോ, ഹല്ലേലൂയ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ, ഇതൊന്നും ഒരു പക്ഷേ നിങ്ങളുടെ കൂട്ടാളിക്ക് കാണാൻ കഴിയത്തില്ല. സ്തോത്രം നിങ്ങളുടെ ഹല്ലേലൂയ കൂടെ ജീവിക്കുന്ന മറ്റ് ഹല്ലേലൂയ കുടുംബത്തിലെ മിത്രങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഒരു പക്ഷേ ചർച്ചിലെ ലീഡറായിരിക്കുന്ന പാസ്റ്റർക്ക് മനസ്സിലായി എന്ന് വരികയില്ല, കൂട്ട് സഹോദരങ്ങൾക്ക് മനസ്സിലായി എന്ന് വരികയില്ല. എന്നാൽ നാം എന്ത് ചിന്തിക്കുന്നുവോ, നാം എന്ത് നനയ്ക്കുന്നുവോ അവയെല്ലാം തിരിച്ചറിയുന്ന ഒരു ഹല്ലേലൂയ കർത്താവാണ് നമ്മുടെ ദൈവം.
പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന് അവൻ വിളിച്ചു പറയുന്നു, അവൻ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഇവയെല്ലാം സ്വർഗത്തിൽ നിന്ന് നോക്കി കാണുന്നു, അവൻ അവയൊക്കെയും ഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെയ്തികൾ, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ ഇത് ആരും കാണുന്നില്ല, നമ്മൾ ഹല്ലേലൂയ ആരും ഇത് കേൾക്കുന്നില്ല, എൻ്റെ ഹൃദയം ആരും കാണുന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇവയൊക്കെയും കാണുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ തിരുവനന്തപുരത്തിൽ പ്രകാരം കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ നാം എല്ലാവരും ഈ കർത്താവിൻ്റെ മുൻപാകെ നിൽക്കേണ്ടുന്ന ഒരു കാലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകളൊക്കെയും നേരുള്ളതാണെങ്കിൽ മാത്രമേ അവിടെ നിന്ന് നീതിയുടെ ഒരു അനുഗ്രഹം നമുക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സമയം ഇവിടെ അതിക്രമിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. ഇവിടെ ആരംഭവാക്യത്തിൽ പറയുന്നത് പോലെ നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിക്കുവിൻ. എൻ്റെ കർത്താവ് എന്നെ നീതിമാനാക്കി തീർത്തു. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ കുറവുള്ളവനാണ്, ഞാൻ പാപിയാണ്, ഞാൻ ആ തെറ്റ് ചെയ്തു പോയി, ഞാൻ ഈ തെറ്റ് ചെയ്തു പോയി എന്നുള്ള കുറവും പേറിക്കൊണ്ട് ആകുലതയുള്ളവളായി ജീവിക്കുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, ഹല്ലേലൂയ, നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ആ നീതീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ ആ നീതീകരണത്തിലേക്ക് മടങ്ങി വന്ന് ഹല്ലേലൂയ ആ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും മഹത്വീകരിച്ചുകൊണ്ടും ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനങ്ങളെ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.